പ്രണാമം. കേൾക്കാമല്ലോ? കേൾക്കാം പ്രഭു. വീഡിയോ ഓഫ് ആണ്. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. തുടങ്ങണം പ്രഭു. തുടങ്ങിയാലും വീഡിയോ. ഹരേ കൃഷ്ണ. വീഡിയോ നോക്കട്ടെ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രണാമം. എല്ലാവർക്കും നിത്യം ഭാഗവത സേവ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേൾക്കാവോ ക്ലിയർ ആയിട്ട്? കേൾക്കാം പ്രഭു, കേൾക്കാം. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി. ജയ ഗോപിജനവല്ലഭ ഗിരിവരധാരി. ജയ ഗോപിജനവല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജയ യമുനാ തീരാവനചാരി. യമുനാ തീരാവനചാരി. ജയ രാധ മാധവ കുഞ്ച വിഹാരി. ജയ ഗോപിജനവല്ലഭ ഗിരിവരധാരി. ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന. യമുനാ തീരാവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം. ജയ ജഗന്നാഥ് ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്. ജയ ജയ പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. ജയ ജയ ശ്രീല പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ജയ ഗുരുദേവ്. ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 2-ാം അധ്യായം ശ്ലോകം 19 ശ്ലോകം വായിക്കാം. തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ. തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയേ. ചേത ഏതൈർനാവിദ്ധം സ്ഥിതം സത്യെ പ്രസീദതി. ചേത ഏതൈർനാവിദ്ധം സ്ഥിതം സത്യെ പ്രസീദതി. തഥാ രജസ്തമോ ഭാവ കാമലോഭാദയശ്ചയ. ചേത ഏതൈർനാവിദ്ധം സ്ഥിതം സത്യെ പ്രസീദതി. ഹരേ കൃഷ്ണ. വാക്കുകൾ നോക്കാം. സദാ യഥാ അവസരത്തിൽ. രജ രജോ ഗുണത്തിൽ. തമ തമോ ഗുണം. ഭാവ അവസ്ഥ. കാമ കാമവും ആശയും. ലോഭ അഭിലാഷ ആദയ മുതലായവ. ച അവ എന്തൊക്കെയായാലും. ചേത മനസ്സ്. ഏതൈ അവയാൽ. അനാവിദ്ധം ബാധിക്കപ്പെടാതെ സ്ഥിതം ദൃഢമായി തീരുന്നു. സത്വേ സത്വഗുണത്തിൽ. പ്രസീദതി അപ്രകാരം പൂർണ്ണ സംതൃപ്തരായി. വിവർത്തനത്തിനും ഭാവാർത്ഥത്തിനും ശ്രീലാ പ്രഭുപാദി ജയ്. പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത പ്രേമയുക്ത സേവനം ഹൃദയത്തിൽ സ്ഥാപിതമായ ശേഷം
രജോ തമോ ഗുണഫലങ്ങളായ ഭോഗേച്ഛ, കാമം, അഭിലാഷം എന്നിവ ഹൃദയത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. അനന്തരം സത്വഗുണത്തിൽ അധിഷ്ഠിതമാകുന്ന ഭക്തൻ പരിപൂർണ സന്തോഷവാനായി തീരുന്നു. ഭാവാർത്ഥം: ഒരു ജീവാത്മാവ് അതിന്റെ സ്വാഭാവിക വ്യവസ്ഥാപിത അവസ്ഥയിൽ ആത്മീയ ആനന്ദത്തിൽ പരിപൂർണ തൃപ്തനാകുന്നു. ഈ അസ്തിത്വ അവസ്ഥയാകുന്നു ബ്രഹ്മഭൂത അഥവാ ആത്മാനന്ദി അഥവാ സ്വയം സംതൃപ്താവസ്ഥ. അലസനായ മടിയന്റെ സംതൃപ്തി പോലെയല്ല ഈ സ്വയം സംതൃപ്താവസ്ഥ. അലസനായ വിഡ്ഢി അജ്ഞാതാവസ്ഥയിലാണ്. നേരെ മറിച്ച് സ്വയം തൃപ്തനായ ആത്മാനന്ദി ഭൗതികാസ്തിത്വത്തിനുപരിയായ അതീന്ദ്രിയ അവസ്ഥയെ പ്രാപിക്കുന്നു. ഭക്തിയുത സേവനം നിഷ്ക്രിയാവസ്ഥയല്ല. ആത്മാവിന്റെ നിർവിഘ്നവും നിഷ്കളങ്കവുമായ പ്രവർത്തനം കർമ്മമാകുന്നു. ഭൗതികം വസ്തുക്കളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയാൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ അശുദ്ധമാക്കപ്പെടുകയും അപ്രകാരം രോഗഗ്രസ്തമായ പ്രവർത്തനങ്ങൾ ഭോഗേച്ഛ, കാമം, അഭിലാഷം, അലസത, വിഡ്ഢിത്തം, നിദ്ര എന്നീ രൂപങ്ങളിൽ പ്രകടമാവുകയും ചെയ്യുന്നു. ഈ രജോ തമോ ഗുണങ്ങളെ പൂർണ്ണമായി വർജിക്കുന്നതിലൂടെ ഭക്തിയുത സേവന പ്രഭാവം സ്പഷ്ടമായി തീരുന്നു. തൽക്ഷണം ഭക്തൻ സത്വഗുണത്തിൽ സ്ഥാപിതനാവുകയും വാസുദേവ പദവിയിലേക്ക് അഥവാ ശുദ്ധ സത്വഗുണത്തിലേക്ക് ഉയരത്തക്ക വിധം അതിരേകമായി പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ ശുദ്ധ സത്വാവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് ശുദ്ധ ഭഗവത് പ്രേമമെന്ന മാർഗത്തിലൂടെ സദാകൃഷ്ണനുമായി എല്ലാവിധത്തിലും യോജിപ്പിലെത്താൻ സാധ്യമാകുകയുള്ളൂ. ഈ ശുദ്ധ സത്വാവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് ശുദ്ധ ഭഗവത് പ്രേമമെന്ന മാർഗത്തിലൂടെ സദാകൃഷ്ണനെ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു ഭക്തൻ സദാ ശുദ്ധശക്തി ഗുണത്തിലാകുന്നു. ആകയാൽ അദ്ദേഹം ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. എന്നാൽ അഭക്തൻ എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും സദാ ഉപദ്രവകാരിയാണ്. ഭക്തൻ വിഡ്ഢിയോ അഥവാ വിവേചന ശക്തി ഇല്ലാത്തവനോ വികാര തീവ്രനോ അല്ല. ഉപദ്രവകാരികൾക്കും വിഡ്ഢികൾക്കും വികാര തീവ്രത അഥവാ ആസക്തിയുള്ളവർക്കും ഭഗവത് ഭക്തരാകുക സാധ്യമല്ല. എന്നിരിക്കെ അവർ ബാഹ്യ വസ്ത്രധാരണത്താൽ ഭഗവത് ഭക്തരായി സ്വയം പ്രദർശിപ്പിക്കുന്നു. ഭഗവാന്റെ സർവ നല്ല ഗുണങ്ങളാലും സർവദാ യോഗ്യനാകുന്ന ഒരു ഭക്തൻ പരിണാമത്തിൽ അത്തരം യോഗ്യതകൾ വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാൽ ഗുണപരമായി ഭഗവാനും ഭഗവത് ഭക്തനും ഏകരും അഭിന്നരുമാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുഖദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവൻ സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി പ്രണാമം. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പിൻവലിക്കാനോ മാറ്റാനോ സാധ്യമല്ലാത്ത പ്രേമയുത സേവനം ഹൃദയത്തിൽ സ്ഥാപിതമായ ശേഷം രജോതമ ഗുണഫലങ്ങളായ ഭോഗേശ, കാമ, അഭിലാഷം എന്നിവ ഹൃദയത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. അനന്തരം
സത്വഗുണത്തിൽ അധിഷ്ഠമാകുന്ന ഭക്തൻ പരിപൂർണ സന്തോഷവാനായിത്തീരുന്നു. ഇതിന്റെ കഴിഞ്ഞ ശ്ലോകങ്ങളെ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിന്റെ എന്താണ് ഇതിന്റെ ഏത് അവസ്ഥയിലാണ് നമ്മൾ പഠിക്കുന്നുള്ളതും എവിടെയാണിത് നടന്നുകൊണ്ട് ഈ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമ്മൾ ഇവിടെ പഠിച്ചതാണ്. അപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെ ശുദ്ധീകരിക്കണം. ഇപ്പൊ ഭക്തിഗത ഭഗവത് സേവനം ചെയ്യുന്നതിന് ഉള്ള വിധികൾ: ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മളെ ഭഗവാനുമായിട്ടുള്ള പ്രേമത്തിൽ എത്തിച്ചേരണം. അത് എങ്ങനെയാണെന്നുള്ള കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ട രീതികൾ പറഞ്ഞു തന്നു. അതിനുശേഷം ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കൽമഷങ്ങൾ, അതായത് നമ്മുടെ ഉള്ളിലുള്ള തമോഗുണത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരു ഭക്തൻ സത്വഗുണത്തിൽ എത്തുമ്പോൾ ആ സത്വഗുണത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ പ്രതീതി, ആ സന്തോഷം, ആത്മാനന്ദം, അതിനെപ്പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ നോക്കാം. ഇവിടെ നമ്മുടെ ഒരു ഗുരുനാഥന്റെ അനുഗ്രഹത്താലും ഭാഗവതത്തിന്റെ ശ്രവണത്താലും ഭാഗവതം നമ്മൾ ഹൃദയസ്ഥമാക്കുന്നതിൽ കൂടിയും നമുക്കുണ്ടാകുന്ന ആ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിത്ത വിചാരങ്ങൾ, ഭൗതികമായിട്ടുള്ള ആ താല്പര്യങ്ങൾ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഓടിച്ചാടി നടക്കുന്നതിനെ പറ്റിയുള്ളത്, ഇതൊക്കെ അങ്ങ് മാറ്റിക്കഴിയുമ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ക്രിയകളൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഇപ്പൊ ഈ ശ്ലോകത്തിൽ അതിനെപ്പറ്റിയാണ് വിവരിക്കുന്നത്. എങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ, അതായത് ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്താണ്? അതാണ് ഈ അനർത്ഥ നിവൃത്തി വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അനർത്ഥ നിവൃത്തി ആയിക്കഴിഞ്ഞാൽ ശേഷം നമുക്കുണ്ടാകുന്ന ആ കാര്യങ്ങളാണ് പറയുന്നത്. സത്വഗുണത്തിൽ നമ്മൾ എത്തിച്ചേരും. സത്വഗുണത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെ ജീവാത്മാക്കൾ സംതൃപ്തരാകും. അതായത് ആനന്ദം അവർക്ക് ലഭിക്കാൻ കഴിയും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആത്മസംതൃപ്തി ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേരുന്നു. ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ പിന്നീട് നമ്മളെ ഭക്തിപുരസ്സരം സേവനം ചെയ്തുകൊണ്ടേ ഇരിക്കാമെങ്കിൽ ആ ഭഗവാനിൽ നിന്ന് ഭഗവാനുള്ള ആ പ്രേമരസത്തിൽ നമുക്ക് എത്താൻ കഴിയും. അപ്പൊ ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ അതാണ് പറഞ്ഞത്. അതുപോലെ ഇതിനകത്ത് ബ്രഹ്മഭൂതാവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഒരു ഭക്തന്റെ ബ്രഹ്മഭൂതാവസ്ഥ എന്നും അഭക്തന്റെ ബ്രഹ്മഭൂതാവസ്ഥ എങ്ങനെയെന്നും വിവരിക്കുന്നുണ്ട്. മടിയന്മാര് നമുക്കൊന്നും ഈ കാര്യകാലത്ത് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് മടിയന്മാരായിത്തീരും, അലസന്മാരായിത്തീരും. അങ്ങനെ മടിയന്മാരായിട്ടുള്ള ആളുകളും ഈ ബ്രഹ്മഭൂതാവസ്ഥയിൽ അല്ലെങ്കിൽ അലസത ഒരു വിശ്രമാവസ്ഥയിൽ എത്തുന്നുണ്ട്. അവരും പറയും, ഞാനും ഇങ്ങനെ ബ്രഹ്മഭൂതാവസ്ഥയിലാണ്, എനിക്കും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവരുടെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കണമെന്ന് അവർക്ക് ചിന്തയില്ല. ആത്മീയ അവബോധത്തിലേക്ക് അവർക്ക് ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമില്ല. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ നിർവികാരൻ എന്ന് പറഞ്ഞാൽ യാതൊരു ഭഗവത് ചിന്തയില്ലാതെയും നല്ല പ്രവൃത്തി ഒന്നും ചെയ്യാനും മടി കാണിച്ചുകൊണ്ട് നിയത കർമ്മം നമുക്ക് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവൻ ഒരു അലസനായി കഴിഞ്ഞുകൂടുന്നു. അവനെ കാണുമ്പോഴും നമുക്ക് തോന്നും ഈ ബ്രഹ്മബോധാവസ്ഥയിൽ എത്തിയിട്ടുള്ളവനായിരിക്കുമെന്ന്. എന്നാൽ ഭക്തൻ അങ്ങനെയല്ല. ജീവാത്മാക്കൾക്ക് പറ്റുന്ന ഒരു തകരാറെന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടുകയാൽ അവരുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ അവരുടെ ഭൗതികമായ തൃഷ്ണ അവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ ഭൗതികമായ രീതിയിൽ ഭഗവാനെ മറന്നുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അത് മറന്നുകൊണ്ട് നമ്മൾ ഭഗവത് പ്രവർത്തനങ്ങൾ ചെയ്യാതെ ഭൗതികമായ പ്രവർത്തനങ്ങൾക്ക് അഭിലാഷം ഉണ്ടാകുന്നു. ആ ഭൗതികം അങ്ങനെ കാമം, അഭിലാഷം, അലസത, വിഡ്ഢിത്തം, നിദ്ര എന്നീ ഗുണങ്ങളിൽ നമ്മൾ ആകർഷരായി നമ്മൾ വഴിതെറ്റിപ്പോകുന്നു. അങ്ങനെയുള്ള ആ വഴിതെറ്റിപ്പോകലിൽ നിന്നും
നമ്മൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുന്നത്. ഭക്തിയുത സേവനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റൂ. ആത്മീയ സംതൃപ്തി, ആത്മീയ ആ ബ്രഹ്മഭൂതാവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഭക്തിയുത ഭഗവത് സേവനം ചെയ്തെങ്കിലേ സാധിക്കും. അങ്ങനെ ഭക്തിയുത സേവനത്തെ പറ്റി ഇവിടെ നമ്മുടെ രൂപഗോസ്വാമി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 3 തരത്തിലുള്ള ഭക്തിയുത ഭഗവത് സേവനം ഉണ്ടെന്നാണ് പറയുന്നത്. അനുഷ്ഠാനത്തിനുള്ള ഭക്തി സേവനം, പരമാനന്ദത്തിലേക്കുള്ള ഭക്തി സേവനം, ഭഗവാനുള്ള പരിശുദ്ധ പ്രേമത്തിലെത്താനുള്ള ഭക്തി സേവനം എന്ന് 3 തരത്തിലുള്ള ഭക്തിയുത ഭഗവത് സേവനത്തെ പറ്റി അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, ഭഗവത് ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ സേവനം ചെയ്യുക. അതിന് നമ്മൾ വൈദിക വിധി പ്രകാരമുള്ള സേവനങ്ങളുണ്ട്, നമ്മൾക്ക് നൈസർഗികമായിട്ട് ഉള്ള സേവനമുണ്ട്. അങ്ങനെ ഭഗവാന്റെ ഭക്തി എത്തിച്ചേരുക എന്നുള്ളതാണ് ഭക്തിയുത സേവനത്തിന്റെ ലക്ഷ്യം. അങ്ങനെ 3 വിധത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വാമി, നമ്മുടെ രൂപഗോസ്വാമി. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ഈ ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്തുക, അല്ലെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതിനെയാണ് ഭക്തിയുത ഭഗവത് സേവനം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നിഷ്ഠയോടുകൂടി ചെയ്യുന്ന, അതായത് നമ്മുടെ വൈദിക തത്വങ്ങൾ, വൈദിക ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഭഗവാനിൽ നൈസർഗികമായി നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ അടങ്ങിക്കിടക്കൊണ്ട് ഈ ഭക്തിയുത ഭഗവത് സേവനം, അതായത് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ അന്തർലീനമായി കിടക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ നടത്തം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ എല്ലാവരും, നമ്മുടെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നടക്കാത്ത കുട്ടികളെ നമ്മൾ, പക്ഷെ അത് നടത്താൻ പഠിക്കുന്നെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അതുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ നടക്കണം എന്നുള്ള രീതി, ആ വിചാരം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതേമാതിരി നമ്മുടെ മനസ്സിൽ അഴിഞ്ഞുകിടക്കുന്ന ആ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുക, ഉണർത്തുക എന്നുള്ളതാണ് ഭക്തിയുത ഭഗവത് സേവനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈദിക ഭക്തി ഉണ്ട്. വൈദിക ഭക്തി എന്ന് പറഞ്ഞാൽ വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ പ്രവർത്തനം ചെയ്ത. പിന്നെ നമ്മൾ ഭഗവാനോട് ഭക്തി നൈസർഗികമായിട്ട് നമുക്ക് തോന്നുന്ന ഭക്തി, അതായത് ഭഗവത് പ്രേമത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന, അങ്ങനെ ഭക്തി ഏറ്റവും ഉന്നത തലത്തിലെത്തുമ്പോൾ നമുക്ക് ഭഗവാനോട് പ്രത്യേകിച്ച ഒരു താല്പര്യം ഉണ്ടാകുന്നു. അതായത് ഭഗവാൻ നമ്മുടെ ഉറ്റമിത്രം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളായി, ഒരു വ്യക്തിയായി നമുക്ക് മനസ്സിലാക്കി, അങ്ങനെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റൊരു കുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരോട് ചെയ്യുന്ന മാതിരി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമുക്കത് നൈസർഗികമായി തോന്നിയ ഒരു വികാരമാണ്. മറ്റൊരു രീതി നമുക്ക് ആദ്യം തുടങ്ങുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം, ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ള ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ ആദ്യത്തെ ഭാഗം, തുടർച്ച. അപ്പൊ അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭഗവാനിലോട്ട് ആ ഭക്തിയുടെ സേവനം ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവുകയും, അങ്ങനെ ഭഗവാനുമായിട്ട് അടുത്ത് വരികയും ഭഗവാനിൽ പ്രേമയുതമായ ഭക്തി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അന്നേരം പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ഭഗവാനെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ഒരു ബന്ധുവായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പ്രവർത്തികൾ ചെയ്യുക. അദ്ദേഹത്തിന്, അതായത് നമ്മുടെ മൂർത്തി, ആ രൂപത്തെ അലങ്കരിക്കുകയും ദിവസം അതിൻ്റെ തുണികൾ മാറ്റുകയും പുതിയ തുണി അണിയിക്കുകയും കുളിപ്പിക്കുക, ചന്ദനം തൊഴുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തിയായിട്ട് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ അതിനെയാണ് അനുരാഗ ഭക്തി എന്ന് പറയുന്നത്. രാഗാനുഗ ഭക്തി എന്ന് പറയും. അപ്പൊ അങ്ങനെ രാഗാനുഗ ഭക്തിയിൽ എത്തിച്ചേരുന്നതോടുകൂടി നമ്മളെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഭക്തി എത്തിച്ചേരുന്നു. ശരിയായ മനുഷ്യന് ഈ ഭൗതികമായിട്ടുള്ള മാർഗത്തിലേക്ക് തിരിയുന്നതിന് ഉള്ള പ്രേരണ ഉണ്ടാകുന്നത് നമുക്ക് ശരിയായ ജ്ഞാനം,
എന്താണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ കർത്തവ്യം എന്താണ്, ഇങ്ങനെയുള്ള ആ ജ്ഞാനം ഇല്ലാതെ ഉണ്ടാകാത്തിടത്തോളം കാലം നമുക്ക് തമോ ഗുണ അധിഷ്ഠിതമായ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ശരിയായ ജ്ഞാനം ഉണ്ടാകണം. ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം, നമ്മൾ ആരാണ്, ഭഗവാൻ എവിടെയാണ്, ഭഗവാൻ ഉള്ള പ്രത്യേകത എന്താണ്, അങ്ങനെ നമുക്ക് ജ്ഞാനം ഉണ്ടാകണം. അപ്പൊ ജ്ഞാനം ഉണ്ടാകുന്നതിന് ഭഗവത്ഗീതയിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് ഈ ജ്ഞാനം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ള ഗ്രാഹ്യം, അതായത് നമുക്ക് വേണ്ടുന്ന സ്വഭാവ ഗുണങ്ങൾ, വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, നിത്യ അഹങ്കാരം ഇല്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം തുടങ്ങിയ ദുഃഖാത്മകതയെ പറ്റിയുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം എന്നൊക്കെയുള്ള ചിന്ത, അതെല്ലാം തന്നെ ഈ ഭൗതികമായിട്ടുള്ള ചിന്തകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, ഭഗവാനുള്ള നിഷ്കളങ്കത, ഭക്തി, ഇതൊക്കെയാണ് ഒരു ജ്ഞാനം. ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ജ്ഞാനങ്ങൾ ഇതൊക്കെയാണ്. ഒരു ജീവിയുടെ ഒരു വ്യക്തിയുടെ അറിവ്, ഇതിനൊക്കെ അറിവുണ്ടായിരിക്കണം. നമുക്ക് സാധാരണ എല്ലാവരും പറയുന്നതാണ് ഇതൊക്കെ എന്തൊക്കെ ഈ വിനയമൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ എല്ലാം പഠിക്കുന്നതാണ്. വിനയം, പുല്ലിനോടും വിനയം ഉണ്ടായിരിക്കണം. അതായത് തലയ്ക്ക് ചവിട്ടിയാൽ പോലും അത് പ്രതികരിക്കുന്നില്ല. അതുപോലെ മരങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്താലും അത് നമ്മളോട് ഒന്നും പ്രതികരിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ആ വിനയം ഉണ്ടാകണം. ഗർവില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ല. പിന്നെ അഹിംസ, ക്ഷമ, ലാളിത്യം, ശുചിത്വം, ധൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, നിത്യാഹങ്കാരമില്ലായ്മ, ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു അറിവിനെ പറ്റി, അറിവ് ശരിക്കും ഒരു മനുഷ്യന് ഈ ജ്ഞാനമൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് ഭക്തിവിധ ഭഗവത് സേവനത്തിൽ അല്ലെ ഭഗവാനെ പറ്റി അറിയണമെന്നുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ഭൗതികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഭൗതിക കാര്യങ്ങളിലൊക്കെ ഒരാനന്ദം കണ്ടെത്തുക, ഭൗതികമായ ഇന്ദ്രിയ സംതൃപ്തണത്തിൽ ഉള്ള ആനന്ദം മാത്രം നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഈ ജ്ഞാനം എല്ലാ മനുഷ്യരിലും ഉണ്ടാകുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഭഗവാനെ അറിയണമെന്നും, അങ്ങനെ ഭഗവാനെ അറിയണമെന്നുള്ള ഒരു വിചാരം ഉണ്ടാകുമ്പോൾ നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ക്രമേണ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമ്മൾ സത്വഗുണത്തിലെത്തുകയും അപ്പോൾ മാത്രമേ ഭഗവത് പ്രേമെന്ന മാർഗത്തിലൂടെ സദാ കൃഷ്ണനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവത് ഭക്തിയുത സേവനത്തിന്റെ ഉത്തമ മാതൃകയായിട്ട് നമ്മൾ രാധാറാണി, ഭഗവാന്റെ ഒരു അംശമായ, ഭഗവാന്റെ ഒരു ഭാഗം തന്നെയായ രാധാറാണിയാണ് ഇതിന് ഉദാഹരണമായി നമ്മൾ കാണുന്നത്. ഭക്തിവിധ ഭഗവത് സേവനത്തിന് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ഉദാഹരണം രാധാറാണി തന്നെയാണ്. ശ്രീമതി രാധാറാണി തന്നെയാണ് ഭഗവാന്റെ ഉറ്റ സുഹൃത്തും അതുപോലെ തന്നെ ഭഗവാന്റെ ഭാഗവും തന്നെയാണ്. ഈ ഭക്തിയുത ഭഗവത് സേവനം നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ, അഥവാ കൃഷ്ണാവബോധം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ, ഭഗവത് പ്രേമത്തിന് തടസ്സമായിട്ടുള്ള ദുർഗുണങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അവരെ സത്വഗുണത്തിൽ എത്തിച്ചേരുന്നു. സത്വഗുണത്തിൽ ഈ ഭൗതിക ലോകത്ത് സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം ഇതൊക്കെ ഉണ്ട്. അപ്പം ആ തമോ ഗുണത്തിനും രജോ ഗുണത്തിനും അധീനരാകാൻ പാടില്ല.
അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിട്ട് ശുദ്ധ സത്വഗുണത്തിൽ എത്തിച്ചേരണം. സത്വഗുണത്തിൽ എത്തിച്ചേരുന്നതിന് ശേഷം ആ സത്വഗുണത്തിന്റെ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ബ്രാഹ്മണരെയാണ്. ബ്രാഹ്മണർ സത്വഗുണ സമ്പന്നരായിരിക്കണം. നമുക്കും സത്വഗുണത്തിലോട്ട് പോകാം. അങ്ങനെ ഭഗവത്ഗീതയിൽ ബ്രാഹ്മണന്റെ ആ ഗുണങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ക്ഷമ, ദമ, തപസ്, ശൗചം, ശാന്തി, അങ്ങനെയുള്ള പല ഗുണങ്ങൾ, അങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊക്കെ ഈ ബ്രാഹ്മണരിലുണ്ട്. ആ ബ്രാഹ്മണര ഗുണത്തിലേക്ക് സാധാരണ ജനങ്ങൾ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ഭഗവാന്റെ ആ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആ സത്വഗുണത്തിൽ എത്താത്തവർക്ക് ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. പ്രഭുപാദർജിയുടെ അഭിപ്രായമാണ് ഈ പറയുന്നതൊക്കെ. എൻ്റെ സ്വന്തം അഭിപ്രായമൊന്നുമല്ല, അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഇസ്കോൺ, നമ്മുടെ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിൽ നമ്മൾ എത്തിച്ചേരുകയും അങ്ങനെ കൃഷ്ണാവബോധ സമിതിയിൽ നമ്മൾ ആദ്യം ഭക്തിയുത ഭഗവത് സേവനം ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരുമാതിരി ആയിരിക്കാമല്ലോ, നമുക്കൊരു ദീക്ഷാ ലെവലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ദീക്ഷ ഒക്കെ സ്വീകരിച്ച് ഒരു വൈഷ്ണവരായി തീരുന്നു. പക്ഷെ അതിനുശേഷവും നമുക്ക് രണ്ടാമത് ഇനിഷിയേഷൻ വരുന്നുണ്ട്. ബ്രാഹ്മണനായി തീരാൻ വേണ്ടിയിട്ട് ഒരു ഇനിഷിയേഷൻ തരുന്നുണ്ട്. ആ അതിനാണ് ബ്രാഹ്മണനായെങ്കിലേ, അതായത് ബ്രാഹ്മണനാകുക എന്ന് പറഞ്ഞാൽ ഈ സത്വഗുണത്തിൽ എത്തിച്ചേരുക, എല്ലാ ഗുണങ്ങളിലും സത്വഗുണത്തിലുള്ള മനുഷ്യനായിരിക്കണം. അങ്ങനെ ആ സത്വഗുണത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ബ്രാഹ്മണന്റെ ഒരു അടയാളം എന്ന് പറയുന്ന പൂണൂൽ തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇസ്കോണിൽ രണ്ടാമത്തെ ഇനിഷിയേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മളും ബ്രാഹ്മണരാകും. ബ്രാഹ്മണ്യം ഇല്ലാത്തവർക്ക് വൈഷ്ണവനാകാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ ബ്രാഹ്മണ്യൻ എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും ഈ ബ്രാഹ്മണ ഗുണത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്കോണിൽ യാതൊരു ജാതി വ്യവസ്ഥയുടെ ചിന്തയില്ലാതെ, അല്ലെങ്കിൽ ഏത് കുലത്തിൽ ജനിച്ചോ ഏത് വർഗത്തിൽ ജനിച്ചോ ഇതൊന്നും നോക്കാതെ തന്നെ എല്ലാവർക്കും ഈ വൈഷ്ണവനായി തീരാൻ സാധിക്കുന്നു. ഇതാണ് കാരണം. അവർക്ക് ഇനിഷിയേഷൻ കൊടുക്കുകയും പിന്നെ ബ്രാഹ്മണനായിട്ട് ഉള്ള ആ ഇനിഷിയേഷൻ കൊടുക്കുകയും രണ്ടാം ഇനിഷിയേഷൻ ദ്വിജന്മാരാക്കുകയാണ് അവരൊക്കെ തന്നെ. അപ്പൊ ഇത് വൈഷ്ണവനായി തീർന്നാൽ പിന്നെ ബ്രാഹ്മണത്വം അവർക്കുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ചില നമ്മുടെ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ വൈഷ്ണവരായി തീരുന്നെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഇസ്കോണിൽ ചെന്നാൽ നമ്മൾ ആദ്യം ഇനിഷിയേഷൻ എടുക്കുക, അതിനുശേഷം രണ്ടാമത് ദ്വിജനായി തീരാനുള്ള ഇനിഷിയേഷൻ എടുക്കും. ഇല്ലെങ്കിലും വൈഷ്ണവർ തന്നെയാണ്. പിന്നെ നമ്മുടെ കൂടുതൽ നമുക്ക് അറിവും സംഘടനയെ പറ്റിയുള്ള ഈശ്വരനെ കാണാനുള്ള ആ സന്ദർഭം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബ്രാഹ്മണ ഇനിഷിയേഷൻ തരുന്നത്. അപ്പൊ അങ്ങനെ ഇസ്കോണിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അഥവാ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തന്നെ വൈഷ്ണവൻ ആയിത്തീരുന്നു നമ്മൾ ആദ്യത്തെ ഇനിഷിയേഷൻ തന്നെ. ഈ ബ്രാഹ്മണൻ ആയിക്കഴിഞ്ഞാൽ അതിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികളെ അപേക്ഷിച്ച് അവർക്ക് ബ്രഹ്മത്തെയും അറിയാം, പരമാത്മാവിനെ അറിയാം, ഭഗവാനെയും പറ്റി അവർക്ക് മനസ്സിലാക്കുന്നു. നമുക്കറിയാമല്ലോ, മൂന്ന് വിധത്തിൽ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു കൂട്ടർ ബ്രഹ്മമായിട്ട് കാണുന്നു, ഒരു കൂട്ടർ പരമാത്മാവായിട്ട് കാണുന്നു, ഒരു കൂട്ടർ ഭഗവാനായിട്ട് വരുന്നു. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവാൻ റിയലൈസേഷൻ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ സത്വഗുണത്തിൽ എത്തുന്നവർക്ക് ഭഗവാന്റെ ഈ മൂന്ന് ഭാഗങ്ങളെ പറ്റിയും, അതായത് ബ്രഹ്മത്തെ പറ്റിയും അതുപോലെ തന്നെ പരമാത്മാവായിട്ടുള്ള ഇതിനെ പറ്റിയും ഭഗവാനെ പറ്റിയും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നുണ്ട്.
ആ മുക്താത്മാക്കൾ ഈ ആനന്ദ, അതായത് നമ്മുടെ സത്വഗുണത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെ മുക്താത്മാക്കൾ, സത്വഗുണത്തിൽ എത്തിച്ചേർന്ന് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ മുക്താത്മാക്കൾ എന്ന് പറയുന്നു. അവർക്ക് മുക്താത്മാക്കളുടെ ഗുണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുക്താത്മാക്കൾ ഏതവസരത്തിലും സന്തോഷവാന്മാരായിരിക്കും. അവർക്ക് ഭൗതികമായ കാര്യങ്ങളിൽ യാതൊരു ചിന്തയുമില്ലായിരിക്കും. സുഖദുഃഖങ്ങളെ പറ്റി അവർ പരിതപിക്കുന്നില്ല. സുഖമായാലും ദുഃഖമായാലും ഒക്കെ ശരി, അവർക്കെല്ലാം ഒരുമാതിരി തന്നെയാണ്. അതുപോലെ എന്ത് തന്നെ അനർത്ഥങ്ങൾ ഇവരിൽ ഉണ്ടായാലും ശരി, അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന മാതിരി അവര് പെരുമാറുന്നു. അപ്പൊ അങ്ങനെ മുക്താത്മാക്കൾ വരെ ആകാനുള്ള പരിശ്രമം നമുക്കുണ്ടാകണം. എന്നെങ്കിലേ ശുദ്ധഭക്തിയിലെത്താൻ പറ്റൂ. ശുദ്ധഭക്തിയിലെത്തിക്കഴിഞ്ഞെങ്കിലേ നമുക്ക് പ്രേമഭക്തി ഉണ്ടാവും. ആ പ്രേമഭക്തി കൂടെ മാത്രമേ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ ഈ ഇത്തരം ശുദ്ധഭക്തി ആയിക്കഴിഞ്ഞാലും ശരി, ചിലർക്ക് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് അഹം ഭാവം, ഞാൻ ഇന്നാരാണ് എന്നുള്ള ചിന്ത വരും ചിലർക്കൊക്കെ. അങ്ങനെ ഭഗവാൻ പറയുന്നു, 1000 ആളുകളിൽ ചിലപ്പോൾ 1-2 വ്യക്തികളെ ശരിക്കും ഭഗവത് ഭക്തി മാർഗത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന് പറയുന്നു. എന്ന് വിചാരിച്ച ഭഗവത് ഭക്തി എത്തിച്ചേർന്നില്ലെങ്കിലും നമ്മളെ എത്രമാത്രം നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തുന്നോ ആ ഭാഗം എവിടെ വെച്ച് നമുക്ക് ഇല്ലാതാകുന്നു, അത് അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് അതിനെ തുടർന്ന് പോകാൻ സാധിക്കുമെന്നും ഭഗവാൻ പറയുന്നുണ്ട്. പ്രഭുപാദജി പ്രത്യേകം പറയുന്നുണ്ട്, കുറച്ചൊക്കെ നമ്മൾ ഭഗവത് ഭക്തിപദം സേവനം ചെയ്താലും ശരി, അതിൽ നമുക്ക് പ്രയാസം ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് വഴിവെച്ച് മുടക്കിപ്പോയി നമ്മുടെ മായയിൽ നമ്മൾ ആകർഷരാകുകയും ഈ ഭൗതിക കാര്യങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മുടങ്ങിപ്പോകാം. അങ്ങനെ മുടങ്ങിപ്പോയാലും നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ജന്മത്തില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് അതിനെ തുടർന്ന് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ശുദ്ധ ഭക്തിഗത സേവനത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ പ്രീതി നേടുകയും ചെയ്യാമെന്ന് പറയുന്നു. അതിനെ പറ്റിയും പ്രഭുപാദർ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നതിന്റെ ഫലമായി, ചിന്ത എന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ മാതിരി ഞാൻ ഇന്നാരാണ്, ഞാൻ വലിയൊരു ധനാഷ്ട്യനാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ കുടുംബനാഥനാണ്, ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എന്റേതാണ്, ഞാൻ ഇതുകൊണ്ട് ഭഗവാനെ ഒന്നും വണങ്ങേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യർക്കുണ്ടാകും ചില സമയത്ത്. ഈ ഭക്തിഗത ഭഗവത് സേവനത്തിൽ ചെയ്തുകൊണ്ടിരുന്നാലും ശരി, നമ്മുടെ ശുദ്ധഭക്തിയിൽ എത്തിച്ചേർന്നവർക്കും ചിലപ്പോൾ പാളിച്ച ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്. അത്ര സാധാരണ ഉണ്ടാകാറില്ല, എങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ആ ഭക്തിഗത ഭഗവത് സേവനം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഈ അഹംഭാവം കാരണം നമ്മുടെ മനസ്സ് വ്യതിചലിക്കുകയും ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും മോചിതര ആയിട്ട് നമ്മളെ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ഈ അഹംഭാവം കാരണം എങ്ങനെ നമ്മുടെ ചിന്ത നമ്മൾ ഇന്നരാണ്, ഇന്ന കാര്യമാണ്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ആത്മീയ ബോധം വിട്ടിട്ട് നമ്മളെ ശാരീരികമായ ബോധത്തിലേക്ക് അധപ്പതിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഉണ്ടാകുന്നവർക്ക് തോന്നും, നമുക്ക് ഈ ഗ്രഹം, അതായത് നമ്മൾ ഈ താമസിച്ചുകൊണ്ടിരുന്ന ഭൂമിയിൽ താമസിക്കുന്നത് ശരിയല്ല, നമുക്ക് അടുത്തൊരു ഗ്രഹം പോയാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നും. അതായത് എന്താ പറഞ്ഞ യാഗങ്ങളും മറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് അവർ വിചാരിക്കുന്ന അവരുടെ ഈ പ്രൗഢി ലോകത്തിൽ കാണിച്ചു കൊടുക്കണമെന്നുള്ള വിചാരത്തോടെ അവർ ചില യജ്ഞങ്ങളൊക്കെ നടത്താറുണ്ട്. ആ യജ്ഞം ഇന്ന് കലികാലത്തിലെ യജ്ഞങ്ങളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നടത്താനുള്ള ആളുകളില്ലാത്ത കാരണത്താൽ അത് ശരിയായ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നില്ല. അഥവാ ലക്ഷ്യപ്രാപ്തിയിൽ എത്തി ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് അവർ പോകാനുള്ള താല്പര്യം ഉണ്ടായാൽ തന്നെയും അവിടെ കുറച്ചു കാലം നമ്മൾ ചെയ്തിട്ടുള്ള ഗുണങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അനുസരിച്ച് അല്പനേരം മാത്രമല്ല, കുറച്ചു കാലം അവിടെ ഓരോരോ ഗ്രഹത്തിലും താമസിക്കാൻ ചിലപ്പോൾ പറ്റും. അങ്ങനെയുള്ള പ്രവൃത്തിയിലോട്ട് ചിലർ പതിക്കാറുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ഈ സത്വഗുണത്തിലുണ്ടാകുന്ന വ്യതിയാനം, അതായത് ഭൗതികമായ കാര്യങ്ങളിലോട്ട് നമുക്ക് താല്പര്യം ഉണ്ടാകുന്നു. ഭഗവത് ഭക്തിയുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർക്ക് പറ്റിയതായിട്ടാണ് പ്രഭുപാദർജി പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ളവരെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗത്തിൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് ചില വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള മാതിരി യജ്ഞങ്ങളും എന്തുവാ മറന്നുപോയി എൻ്റെ പേര് ആർഭാടങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് ചിലപ്പോ മറ്റു ഗ്രഹങ്ങളിലേക്ക് വരുന്ന ചന്ദ്രലോകത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ഉപരി ഗ്രഹങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാലും അവര് ഇത്ര വർഷം അവിടെ ജീവിക്കാമെന്നുള്ളതുകൊണ്ട് ആ ജീവൻ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെയും വീണ്ടും തിരിച്ച് നമ്മുടെ ഈ ഭൂലോകത്തിൽ തന്നെ വരും. പിന്നെ അവർക്ക് മാറ്റങ്ങളുണ്ടായി. പിന്നെ നമ്മൾ ഭക്തി തുറന്നു പോയാൽ ചിലപ്പോൾ അവർക്ക് ഭഗവത് ഭക്തിവിധ സേവനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രഭുപാദർജി ഈ ശ്ലോകത്തെ പറ്റി വിവരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അത് ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഒരു ഭക്തൻ സദാ ശുദ്ധ സത്വഗുണത്തിലാകുന്നു, ആകയാൽ അദ്ദേഹം ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ആ ഭക്തൻ എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും അഭക്തൻ, ഇവിടെ ഭക്തനെ പറ്റിയും അഭക്തനെ പറ്റിയുമാണ് പറയുന്നത്. ഭക്തൻ ആയിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് യാതൊരു ശല്യങ്ങളും ഈ ഭൂലോകത്തിനും ഉണ്ടാകുന്നില്ല, അല്ലെ പരിസരവാസികൾക്ക് ഉണ്ടാകുന്നില്ല, സമൂഹത്തിനുണ്ടാകുന്നില്ല. അതേസമയത്ത് അഭക്തൻ, അതായത് ഭക്തി ഇല്ലാത്ത വിഡ്ഢികൾ, അവർക്ക് അഥവാ വിവേചന ശക്തി ഇല്ലാത്തവനോ വികാര തീവ്രനോ അല്ല, അവർ വിഡ്ഢികൾ ആണ് അവർ ഈ അഭക്തരായിട്ടുള്ളത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും അവരിൽ നിന്നും ഈ ലോകത്തിനും ഈ സമൂഹത്തിനും വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുകയും അവർക്ക് സദാചാരബോധമില്ലാതായി തീരുകയും അങ്ങനെ പരിസരത്തുള്ളവർക്ക് ശല്യം ചെയ്യുക, അല്ലെങ്കിൽ നാടിനു വേണ്ടി ശല്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭക്തന്മാർക്കുള്ള ദോഷങ്ങളെ പറ്റിയും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവർക്കും ഒന്നും ഭക്തരായി ഭഗവത് ഭക്തരാവുക സാധ്യമല്ല. എന്നിരിക്കെ അവർ ബാഹ്യ വസ്ത്രധാരണത്താൽ എല്ലാവർക്കും ഒന്നും ഭക്തിഗത ഭഗവത് സേവനത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തരായി തീരാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള അഭക്തരായിട്ട് ജീവിക്കുന്ന ചിലർക്ക് പറ്റിയില്ല എന്ന് പറയും. ചിലർക്കാണ് ഭക്തരായിട്ടുള്ള അവരെ സംസർഗം കൊണ്ടും ഉയർന്ന ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കത്താലും ചിലരൊക്കെ ഭക്തന്മാരായി തീരാറുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ചിലർ അവർക്ക് ഒരിക്കലും ഭക്തനായി തീരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അവർ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാഹ്യമായ വസ്ത്രധാരണം, ചിലപ്പോൾ സന്യാസിമാരായിട്ട് മാറുക, സന്യാസിയുടെ വസ്ത്രം ധരിക്കുക, അതുപോലെ കൃഷ്ണാവബോധത്തിലുള്ളവരുടെ വസ്ത്രങ്ങൾ അനുകരിക്കുക, അതുപോലെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ മനസ്സിലാക്കിയിട്ട് ചന്ദനപ്പുരയിടുക. അങ്ങനെയുള്ള അനുകരണത്താൽ അവർ ഭക്തരാണെന്ന് നടിക്കാൻ വേണ്ടി നടക്കും എന്നും പറയുന്നുണ്ട്. അവർ ഭഗവത് സ്വയം പ്രദർശിപ്പിക്കുന്ന, ഞാൻ ഭക്തനാണെന്നുള്ളത് സ്വയം പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മറ്റേ ഭക്തൻ, അതായത് യഥാർത്ഥ ഭക്തൻ എല്ലാ ഗുണങ്ങളിലും യോഗ്യനായിരിക്കും. പരിണാമത്തിൽ അത്തരം യോഗ്യതകൾ വ്യത്യാസപ്പെട്ടിരിക്കാം, എന്നാൽ ഗുണപരമായി ഭഗവാനും. അപ്പൊ പിന്നെ പറയുന്നത് നമ്മുടെ ഭക്തരും ഭഗവാനുമായിട്ട് വ്യത്യാസം ഉണ്ട്, എന്നാലും അഭിന്നനുമാണ്. ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ്, എന്നാലും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് പറയാൻ കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മൾ ആദ്യം മുതൽ പഠിക്കുന്ന കാര്യമാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ബന്ധം, ഭഗവാന്റെ അംശം തന്നെയാണ് ഭക്തനും. ഭഗവാന്റെ ഉള്ള 3-4 ഗുണങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഭക്തനിലുമുണ്ട്. അതുകൊണ്ട് ഭഗവാനും ഭക്തരും ഒരുപോലെ തന്നെയാണ്, പക്ഷെ ആ ഗുണത്തിലും വ്യത്യാസമുണ്ട്. അതുപോലെ തീപ്പൊരിയും തീക്കട്ടയുമായിട്ടുള്ള വ്യത്യാസം, അതായത് തീക്കട്ടയിൽ നിന്നും അടന്നു വീഴുന്നതാണ് തീപ്പൊരി. പക്ഷേ ആ തീപ്പൊരി എന്ന് പറയുന്നത് വെറും നിസ്സാരമാണ് സാധനം. അതേസമയത്ത് ഈ തീക്കട്ട എന്ന് പറയുന്ന ഒരു ഏറ്റവും കൂടിയ ശക്തിയുള്ളതുമാണ്. അപ്പൊ ഈ തീപ്പൊരി കൊണ്ട്
ആ തീപ്പൊരിയാണ് നമ്മുടെ ജീവാത്മാക്കള്. അതുപോലെ തന്നെ ആ തീക്കട്ടയാണ് ഭഗവാൻ. അതിന് പല ഉദാഹരണങ്ങളും, ഭഗവാന്റെ ഗുണം, ഭഗവാന്റെ മേന്മകള്, ഭഗവാന്റെ ശക്തി, അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം നമുക്കും ഉണ്ട്. പക്ഷെ ഭഗവാനുള്ളത് നമ്മൾ അണുരൂപത്തിലും ഭഗവാൻ ഏറ്റവും ഉയർന്ന വിഭവരൂപത്തിലുമാണ്. അതുപോലെ തന്നെ ഉദാഹരണത്തിന് പറയാനുണ്ടെങ്കിൽ നമ്മുടെ സമുദ്രത്തിലെ ഒരു ഗ്ലാസ് വെള്ളവും സമുദ്ര വെള്ളവുമായിട്ടുള്ള വ്യത്യാസം. പക്ഷെ ഈ ഗ്ലാസ്സിലെ വെള്ളവും ഒന്ന് തന്നെയാണ്, ഒരേ ഗുണത്തിലുള്ളതാണ്. ഭഗവാൻ സമുദ്രത്തിലെ വെള്ളം ഒരു ഗുണത്തിലാണ്. അപ്പൊ ഭഗവാനും നമ്മളും ഒരേ ഗുണത്തിലാണ്, എന്നാൽ അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനും അഭിന്നരുമാണ്. ഭഗവാൻ ഏകരും അഭിന്നരുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇസ്കോണിന്റെ നമ്മുടെ തത്വം തന്നെ അചിന്ത്യ ഭേദ തത്വം. അപ്പൊ ഏകരും അഭിന്നരുമാണ് ഈ ഭക്തരും ഭഗവാനും. ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും വീഴ്ചകളെ പറ്റിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. പിന്നെ ഇത്ര പേര് ക്ലാസ് എടുക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. പിന്നെ ഭഗവാന്റെയും നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇത്രയൊക്കെ പറയാൻ തോന്നുന്നു. പിന്നെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. അന്ന് ഞാൻ രാഗാനുഭക്തിയെ കുറിച്ച് ചോദിച്ചിരുന്നു പ്രഭു. ഇന്ന് എന്തായാലും ക്ലാസ്സിൽ പറഞ്ഞു തന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ധനോത് പ്രണാം പ്രഭുജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ നന്ദിയുണ്ട് പ്രഭുജി. വളരെ നന്ദിയുണ്ട്. 85 വയസ്സുള്ള ഒരു സീനിയർ മോസ്റ്റ് ഒരു വൈഷ്ണവരിൽ നിന്നുമാണ് നമുക്കിപ്പോ കേൾക്കാൻ കഴിഞ്ഞത്. മഹാഭാഗ്യമാണ്. ഭക്തിയിൽ വരികയാണെങ്കിൽ നമ്മൾ വയസ്സാവും തോറും യങ്ങായി വരും എന്ന് പറയുന്നതിന്റെ തെളിവാണ് പ്രിയപ്പെട്ട രാധാജീവൻ പ്രഭു. പ്രഭുവിന്റെ മനോഹരമായ ക്ലാസ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പ്രഭുവിനെ പോലെ നമ്മളും ഭക്തി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും വയസ്സാവും തോറും ചെറുപ്പമായി വരാം. നന്ദി പ്രഭുജി. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമസ്തേ പ്രഭുജി. കേട്ടുകൊണ്ടിരിക്കും തോറും താങ്കളിലുള്ള എന്താ പറയുന്നത്, ഭഗവാനിലേക്കുള്ള ഭക്തിയും അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു തന്നെ ഓരോരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പോലെ തോന്നാറുണ്ട്. ഇന്നിപ്പോ എന്റെ കൂടെ അച്ഛനില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ അടുത്തിരുന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. വളരെ സന്തോഷം. താങ്ക് യു മാതാജി. ഇനിയിപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മള് 2 മാതാജി അല്ല 3 മാതാജിമാരോ ഇതിനകത്ത് എന്തെങ്കിലും പറയുന്നത്, എന്തെങ്കിലും സംശയമുണ്ട്? വേറെ ആരെയും ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഇല്ലയോ? എന്തോ അതിന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാരും വളരെ സന്തോഷം വരുമ്പോഴും നമ്മൾ ഒന്നും മിണ്ടാതിരിക്കും. സൈലൻസ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറയാറില്ലേ? അതുകൊണ്ടാവും. ഒരു അഭിപ്രായമുള്ള ഒന്നും പറയത്തില്ല. ഒരു സംശയം ആരോടും എന്നോടല്ല, മറ്റേ ക്ലാസ് എടുക്കുന്നവരോടും ചോദിക്കാറില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. നന്ദി. ഹരേ കൃഷ്ണ. ക്ലാസ് എടുത്ത് പഠിക്കുക പ്രഭുജി. ഇതിനൊരു ചാൻസ് തന്നതിൽ നമ്മുടെ കഥാമൃത പ്രഭുവിനോട് വളരെ നന്ദി. ഇങ്ങനൊരു ക്ലാസ് എടുക്കാനൊരു അവസരം തന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ക്ലോസ് ചെയ്യട്ടെ? വേറെ ആർക്കും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആർക്കും ഒന്നും കാണത്തില്ല പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പാഞ്ചകൽപതരൂപേശ കൃപാ സിന്ധുഭ്യോ പ്രധാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. വൈഷ്ണവ. ഹരേ കൃഷ്ണ.